ISROയുടെ നിർണായകമായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. നാളെ രാവിലെ 9 മുതൽ 10 വരെ നടത്താനിരുന്ന പരീക്ഷണമാണ് മാറ്റിവെച്ചത്. സാങ്കേതിക പ്രശ്നം കാരണമെന്നാണ് സൂചന. അതേസമയം ബഹിരാകാശത്ത് ISRO മുളപ്പിച്ച പയർവിത്തിന് ഇല വിരിഞ്ഞ കൗതുക വാർത്തയും ISRO പുറത്തുവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ISROയുടെ നിർണായകമായ പരീക്ഷണമാണ് ഡോക്കിംഗ് പരീക്ഷണം. അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിഷ്ണു, നാളെ രാവിലെ 9 മണി മുതൽ നടക്കേണ്ടിയിരുന്ന ഡോക്കിംഗ് ആണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ISROയുടെ സ്പേഡക്സ് വിക്ഷേപണത്തിലുള്ള 2 സാറ്റലൈറ്റുകൾ, അതായത് SDX-1, SDX-2 എന്ന് പറയുന്ന ടാർഗറ്റും അതുപോലെ തന്നെ ചേസറും എന്നീ 2 ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ ബഹിരാകാശത്ത് ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഒന്നിന് പുറകെ ഒന്നായി, അതായത് 20 കിലോമീറ്റർ അകലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 20 കിലോമീറ്റർ അകലത്തിൽ സഞ്ചരിക്കുന്ന രണ്ടാമത് സഞ്ചരിക്കുന്ന ചേസർ ഉപഗ്രഹം അകലം കുറച്ചു കൊണ്ടുവന്ന് കൃത്യമായി ഈ ടാർഗറ്റിൽ ഡോക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഡോക്കിംഗ് പരീക്ഷണം, അല്ലെങ്കിൽ ടാർഗറ്റിൽ എത്തി ഉറപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഡോക്കിംഗ് പരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പരീക്ഷണം നാളെ രാവിലെ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. നാളെ രാവിലെ 9 മണിയോടുകൂടി നടത്താനാണ് വിക്ഷേപണ സമയത്ത് തന്നെ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി ഉണ്ടായ ചില സാങ്കേതിക സംവിധാനങ്ങളുടെ ചില ടെക്നിക്കൽ സങ്കീർണതകളുടെ ഭാഗമായി ഈ ഡോക്കിംഗ് പരീക്ഷണം തൊട്ടടുത്ത 2 ദിവസത്തിലേക്ക് മാറ്റി, അതായത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് ISRO അറിയിക്കുന്നത്. നേരിയ സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഉള്ളത്. നമുക്കറിയാവുന്നതാണ് ടെലിമെട്രിക്സിന്റെ കൃത്യമായ ഒരു പ്രയോജനത്തിലൂടെയാണ് ഈ കൂട്ടിച്ചേർക്കൽ നടപ്പാക്കാൻ സാധിക്കുക. ഈ ടെലിമെട്രിക്സിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ പിഴവും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഡോക്കിംഗ് നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്ന രീതിയിലൊക്കെ വിക്ഷേപണ സമയത്ത് തന്നെ ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി 2 ദിവസത്തിന് ശേഷം ഡോക്കിംഗ് നടത്തുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ 2 സാറ്റലൈറ്റുകളും, അതായത് 220 കിലോഗ്രാം മാത്രം ഭാരം വരുന്ന 2 ടാർഗറ്റും അതുപോലെ തന്നെ ചേസർ എന്നീ റോക്കറ്റ് പേടകങ്ങൾ 2ഉം കൃത്യമായി ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന ഈ പരീക്ഷണം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, നമ്മളുടെ വരാനിരിക്കുന്ന ബഹിരാകാശ നിലയമെല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് പല ഘടകങ്ങളായാണ് വിക്ഷേപിക്കുന്നത്. ഈ ഘടകങ്ങളായി വിക്ഷേപിച്ച ഈ ബഹിരാകാശ പേടകങ്ങളെല്ലാം തന്നെ കൃത്യമായി അവിടെ ചെന്ന് കൂട്ടിച്ചേർക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത്. വലിയ ഫുട്ബോൾ കോർട്ടിനേക്കാൾ വലുപ്പമുള്ള 3 ഫുട്ബോൾ കോർട്ടിന്റെ വലുപ്പമുള്ള സ്പേസ് സ്റ്റേഷനാണ് ഭാരതത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സങ്കീർണമായ സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ ഈ ഡോക്കിംഗ് സിസ്റ്റം പൂർണ്ണമായും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണം ഏറ്റവും പെർഫെക്റ്റായി നടത്തേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായ പരീക്ഷണ ഇടവേളകൾ നൽകി അത് 2 ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് ISRO അറിയിക്കുന്നത്. വിഷ്ണു, ബഹിരാകാശത്ത് വെച്ച പയർവിത്ത് മുളപ്പിച്ചെന്നുള്ള മറ്റൊരു നിർണായകമായ ഒരു പരീക്ഷണം കൂടി, അതിൻ്റെ അപ്ഡേഷൻ കൂടി പുറത്തുവിടുന്നുണ്ട് ISRO. അത് സംബന്ധിച്ച് എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, ഏറെ കൗതുകകരമായ ഒരു വാർത്തയാണത്. നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, 2 ദിവസം മുമ്പ് ഈ പയർവിത്ത് 4-ാം ദിവസം ഈ വിക്ഷേപണം നടത്തി 4-ാം ദിവസം ഈ പയർവിത്ത് മുളച്ചതായി, മുള പൊട്ടിയ വിത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടതെങ്കിൽ ഇന്ന് ആ മുള പൊട്ടിയതിന് ശേഷം വരുന്ന പച്ച നിറത്തിലുള്ള 2 ഇലകൾ വിരിഞ്ഞ ചിത്രമാണ് ISRO പങ്കുവച്ചിരിക്കുന്നത്. 3 വിത്തുകൾ മുളച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് പഠിപ്പിക്കേണ്ടതിന്റെ, അതായത് സ്പേസ് ക്രോപ്പ് ടെക്നോളജിയുടെ എല്ലാം തന്നെ പ്രാധാന്യം പരീക്ഷിക്കുന്നതിന് ഏറെ ഗൗരവതരമായ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത്. നമുക്കറിയാവുന്നതാണ്, വെളുത്ത നിറത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പയർവിത്താണ്, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പയറാണ് ഇത്തരത്തിൽ മുളപ്പിച്ച പയർ മുളപ്പിച്ചത് ഇന്നലെ തന്നെ 3 വിത്തുകൾ മുളച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ വിത്തുകളിലെല്ലാം തന്നെ കൃത്യമായി ഇല വന്നിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യം. നമുക്കറിയാവുന്നതാണ്, ഭൂമിയിൽ നിന്നും ഇത്രയും അകലത്തിൽ, അതായത് 370ഓളം കിലോമീറ്റർ അകലത്തിലുള്ള പോയം എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഭാഗത്തിലാണ് ഈ പരീക്ഷണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയം സാറ്റലൈറ്റ് ഭാഗത്തിന്റെ അന്തരീക്ഷോഷ്മാവും അതുപോലെ തന്നെ അതിന്റെ ഗതിവേഗവും എല്ലാം തന്നെ ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. ആ സാഹചര്യത്തിൽ ഭൂമിയിലുള്ളതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുകയും 4-ാം ദിവസം വിത്ത് മുളയ്ക്കുകയും അതുപോലെ തന്നെ ആ വിത്ത് കൃത്യമായി അതിന്റെ വളർച്ച കൈവരിക്കുകയും ഇപ്പോൾ 2 ഇല വിരിഞ്ഞ പച്ച നിറത്തിൽ തന്നെ ഹരിതകമുള്ള ഇല തന്നെ വിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ശാസ്ത്രരംഗത്തിന് ഏറെ നേട്ടമുള്ളൊരു പരീക്ഷണമായി മാറുന്നത്. ഇനി അത് സംബന്ധിച്ച വിശദമായ പഠനങ്ങൾ നടക്കുമ്പോൾ ഏത് രീതിയിലാണ് ഇത് ഭൂമിയിലെ മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ചിത്രവും കിട്ടും. ഏറെ
ഏറെ കൗതുകം. ഭൂമിയിൽ നിന്നും 370 കിലോമീറ്റർ അകലെ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു പയർവിത്ത് മുളച്ചിരിക്കുന്നു. അത് ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദഗ്ധർ എല്ലാവരും ചേർന്ന് ആ പരീക്ഷണം വിജയകരമായി നടത്തിയിരിക്കുന്നു എന്ന കൗതുകകരമായ ഒരു കാര്യവുമുണ്ട്. ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമായി ഇത് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.